പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ സ്വമേധയാ കേസെടുത്ത് താമരശ്ശേരി പോലീസ്. ആബിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐഡിക്കെതിരെയാണ് കേസ്. പോലീസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് എഫ്ഐആറിൽ ഉള്ളത്. പോലീസിനെ അടിക്കാൻ ജനം തീരുമാനിച്ചാൽ കാക്കിയിട്ടവർ കോടേണ്ടി വരുമെന്നായിരുന്നു കുറിപ്പ്. പേരാമ്പ്ര സംഘർഷത്തിൽ 3 പേരെ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ താമരശ്ശേരി പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ആബിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐഡിയിൽ വന്നിരിക്കുന്ന പോസ്റ്റ് എന്തായിരുന്നു? പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രതികരണങ്ങളാണോ അതിൽ വന്നിരുന്നത്? തീർച്ചയായും സ്മൃതി, പോലീസിനെതിരെ ഭീഷണി സന്ദേശങ്ങളുള്ള അല്ലെങ്കിൽ അത്രയധികം പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായിരുന്നത്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ആബിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐഡിയിൽ ഈ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് ഇത്രയധികം ജനങ്ങളെ നിയന്ത്രിക്കുന്നത് വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അത് അവരുടെ മസിൽ പവർ കൊണ്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് ഈ പോലീസിലുള്ള വിശ്വാസം കാരണമാണ്. എന്നാൽ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന്റെ വടി ജനങ്ങൾ പിടിച്ചു വാങ്ങും. അതിനുശേഷം പോലീസിനു നേരെ തന്നെ ആ വടി ജനങ്ങൾ പ്രയോഗിക്കും. അങ്ങനെയെങ്കിൽ പോലീസിന് തിരികെ ഓടേണ്ടി വരും തുടങ്ങിയ വളരെ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എംപിയെ പോലെയുള്ള ഒരാൾക്ക് നേരെ പോലീസിന് മർദ്ദനം നടത്താൻ കഴിയുക, എംപിയെ തിരിച്ചറിയാൻ കഴിയാത്തവരാണോ പോലീസ് തുടങ്ങിയ പരാമർശങ്ങളും ഈ കുറിപ്പിലുണ്ടായിരുന്നു. ഏതായാലും ഈ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് താമരശ്ശേരി പോലീസ് ഇപ്പോൾ സ്വമേധയാ ഈ ആബിദ് അടിവാരം എന്ന ഫേസ്ബുക്ക് ഐഡിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. സ്വമേധയാ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിൽ കൃത്യമായി തന്നെ പോലീസിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ആ കുറിപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. സ്മൃതി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.